കാഞ്ഞിരപ്പള്ളി രൂപതയെ സംബന്ധിച്ച് കഴിഞ്ഞ 19 കൊല്ലങ്ങൾ സമഗ്ര വളർച്ചയുടേതായിരുന്നു. വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ശുശ്രൂഷ ഭവനങ്ങൾ, ഇങ്ങനെ ആത്മീയ രംഗത്തും ഭൗതിക രംഗത്തും ഒക്കെ ഒരുപാട് നേട്ടങ്ങൾ രൂപത കൈവരിച്ചു. എല്ലാത്തിനും മുമ്പിൽ നിന്ന് നയിക്കുകയായിരുന്നു, സാരഥ്യം നൽകുകയായിരുന്നു അറക്കൽ പിതാവ്. അറക്കൽ പിതാവിൻ്റെ ജീവിതത്തിൻ്റെ ബാക്കി ചിത്രം നമുക്ക് ഈ എപ്പിസോഡിൽ കാണാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കാഞ്ഞിരപ്പള്ളിയിലേക്ക് ഞാൻ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പൗത്യ പിതാവാണല്ലോ ബിഷപ്പ്. പിതാവിൻ്റെ അടുത്ത് ഞാൻ എന്ന് പറഞ്ഞു, ഞാൻ കാഞ്ഞിരപ്പള്ളിക്ക് വരികയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എല്ലാ പള്ളികളും തന്നെ കൊടുത്തിരുന്നു. അപ്പം വേറെ പള്ളികളൊന്നും കൊടുക്കാനായിട്ടില്ല, പിന്നെ കാര്യമായിട്ടുള്ള പള്ളികളൊന്നും കൊടുക്കാനില്ല. പിന്നെ ആരും ഒരച്ഛൻ പോയിട്ട് 6 മാസം കഴിഞ്ഞ ഒരു പള്ളിയുണ്ട്, പീരുമേട് പള്ളിയുണ്ട്. അവിടെ അധികം വിശ്വാസികളില്ല, 3 വീട്ടുകാരെ ഉള്ളൂ അവിടെ. അവിടെ എപ്പോഴും ഒരു കുർബാനയുടെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ തൽക്കാലത്തേക്ക് എന്നോട് അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പീരുമേട്ടിലേക്ക് പിന്നെ നിയമന ഉത്തരവ് മേടിച്ചുകൊണ്ട് ഞാൻ ചെന്ന് കഴിഞ്ഞ് മടത്തിയും താക്കോലൊക്കെ മേടിച്ച് ഞാൻ ചുക്രിയെല്ലാം ഒഴിച്ച് പിന്നെ അകത്ത് കയറി. കാരണം അവിടുന്ന് അച്ഛൻ പോയിട്ട് 6 മാസമായിരുന്നു. അവിടുന്ന് വന്നവരെല്ലാം കൂടി ഞങ്ങൾ ഒന്നിച്ച് കാപ്പിയെ കുടിച്ച് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സ്പ്ലെൻഡിഡ് ലോൺലിനെസ്, ആരുമില്ല അവിടെ. അന്നത്തെ കാലത്ത് പീരുമേട്ടിൽ ഒരു മനുഷ്യൻ പോലും വൈകുന്നേരമായ കാണത്തില്ല, പകലും കാണത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. പ്രത്യേകിച്ച് പിതാവ് വലിയ എന്താ പറയുന്ന ആളുകളുടെ ഇടയിൽ നിന്നാണ് ഈ പീരുമേട്ടിലെ ഒരു വളരെ ഏകാന്തമായ ഒരവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ വല്ലാത്തൊരു ശൂന്യതയും ഒരുതരം ഒരു ശൂന്യത തോന്നി. പക്ഷേ എനിക്കറിയാം, ദൈവം എന്നെ ഏതെങ്കിലും ഒരു പദ്ധതിയിലെ പ്ലാനിലാണല്ലോ എന്നെ വിട്ടിരിക്കുന്നത്. അവിടുത്തെ പ്ലാൻ അനുസരിച്ച് മുമ്പോട്ട് നീങ്ങുക. ഞാൻ വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ രാത്രി കിടക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് അറിയുന്ന കട്ടിലില്ല, പായില്ല. അന്നത്തെ കാലത്ത് ഈ അച്ഛന്മാർ പോകുമ്പോഴത്തെ കട്ടിലും പായും പിന്നെ ഫർണിച്ചറും എല്ലാം ആയിട്ടാണല്ലോ പോകുന്നത്. ഇപ്പോഴാണല്ലോ എല്ലായിടത്തും അതിൻ്റേതായിട്ടുള്ള സൗകര്യങ്ങളുള്ളത്. അപ്പം നോക്കിയപ്പോഴത്തേക്ക് ഒന്നുമില്ല. അപ്പം കുറച്ച് പത്രക്കള്ളാസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അത് വിരിച്ചിട്ട് ഞാൻ അന്നത്തെ രാത്രി ഉറങ്ങാനായിട്ട് കിടന്നു. ഒരു പാതിര കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ അന്നത്തെ ആ സാഹചര്യത്തിൽ ഒരുതരം മഞ്ഞുതുള്ളി എപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. നൂൽമഴ അല്ലേ? നൂൽമഴ വീണുകൊണ്ടിരിക്കും. നൂൽമഴ വീണപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടി ഉണർന്നു. നോക്കിയപ്പോഴത്തേക്ക് പിന്നെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല, വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പള്ളി കുഴപ്പം കാണില്ലല്ലോ എന്ന് വിചാരിച്ച് പള്ളി തുറന്ന് പള്ളിക്കകത്ത് കയറി. ആരുമില്ല, എൻ്റെ സഹായത്തിന് ആരുമില്ല. പള്ളി ഇതുപോലെ തന്നെ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ആൾത്താര നനയുന്നില്ല. അപ്പോൾ ആൾത്താരയിൽ അവിടെ ഒരു ചെറിയ കമ്പിളിയുടെ ഒരു സ്പ്രെഡ് പോലുള്ള ഒരു തുണി അവിടെ വിരിച്ചിട്ടുണ്ടായിരുന്നു. ആൾത്താരയുടെ അവിടെ താഴെ നമ്മൾ കാല് കുത്തുന്നിടത്ത് ഞാൻ അവിടെ കിടന്ന് മുകളിലോട്ട് നോക്കിയപ്പോൾ പാറമാതാവിനെപ്പുറം തന്നെ ഇരിക്കുന്നൊരമ്മയാണ് പീരുമേട്ടിലെ അമ്മയോട് ഞാൻ പറഞ്ഞത്, ഭയങ്കര ചെയ്ത്തായിപ്പോയി അമ്മയത്. അമ്മയെ ഞാൻ മുഴുവനായിട്ട് എന്നെ അമ്മയെ ഏൽപ്പിക്കുന്നു. പക്ഷേ എനിക്ക് ക്ഷീണം കൊണ്ട് ഞാൻ അവിടെ കിടന്നുറങ്ങി. ഞാൻ വെളുപ്പാൻ കാലത്ത് ഞാൻ ഞെട്ടി എഴുന്നേറ്റ് അപ്പോൾ നോക്കുമ്പോഴും അമ്മയുടെ അവിടെ ഒരു ലൈറ്റുണ്ട്, ആ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ എന്നോട് പറയുന്നതാണ് എനിക്ക് തോന്നിയത്, യു ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. എനിക്ക് വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ചലഞ്ച് ഇല്ലാതെ എങ്ങനെയാണ് ഒരു കാര്യം ഉണ്ടാവുക? ഒരു നന്മയുണ്ടാകണമെങ്കിൽ അതിനൊരു സാഹസികത ഉണ്ടാവണം. ഇത് നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സാഹസികതയായിട്ട് നീ എടുക്കാൻ പറഞ്ഞു. ഞാൻ കുറച്ചുകൂടെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് എഴുന്നേറ്റു, കുർബാന ചൊല്ലി. ഇപ്പം കാപ്പി കുടിക്കണമെങ്കിൽ ആരുമില്ലല്ലോ. ഞാൻ അടുത്ത ഈ ഹോട്ടലിൽ ചെന്ന് കാപ്പി കുടിച്ചു. അപ്പം പൈസ കൊടുക്കാൻ ഒന്നുമില്ല, കാരണം ഞാനൊരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോഴേ അവിടുത്തെ പൈസ മുഴുവൻ അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി കൊടുത്തിട്ട് ഞാൻ പോവുള്ളൂ. അപ്പോൾ എൻ്റെ പൈസ ഇല്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ പിന്നീട് അരമനയിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പൈസ തരാം, അല്ല വീട്ടിൽ പോയിട്ട് വരുമ്പം തരാം. അവർ ഒരു കുഴപ്പമില്ല അച്ഛൻ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഉടനെ വന്നില്ലേലും വേണ്ടിയില്ല, എപ്പോഴെങ്കിലും തന്നാൽ മതി എന്നും പറഞ്ഞ് കാപ്പിയൊക്കെ തന്നു.
അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഒരു ചലഞ്ച് എൻ്റെ കാര്യം അമ്മ എന്നെ ഓർപ്പിച്ചതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആ ചലഞ്ച് എവിടെ ആയിരിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി. ഒരു 11 മണി പകൽ വരെ നിന്നിട്ടും ഒരൊറ്റ കുഞ്ഞിനെ പോലും കാണാനില്ല പിരിമേട്ടിൽ. പള്ളിയിലോട്ടാരും വരുന്നില്ല. പള്ളിയിലോട്ടാരും പള്ളിയും പോയിട്ട് ടൗണിലും ആളില്ല. കാരണം അവിടെ പോലീസ് സ്റ്റേഷന്, എക്സൈസ്, ഫോറസ്റ്റ്, കോടതി ഇത്രയേ ഉള്ളൂ. അതൊരു 11 മണിയാകാതെ ആളുകൾ വരത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് വണ്ടിപ്പെരിയാറ്റിൽ വല്ലതും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. വണ്ടിപ്പെരിയാറ്റിൽ പോണേ എൻ്റെ പൈസ ഇല്ല. അപ്പം ഞാൻ തിരിച്ച് വീണ്ടും ആ കോഹിനൂർ ഹോട്ടലിൽ തന്നെ കയറി അതോട് ചോദിച്ചോണ്ട് 25 രൂപ കടം തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അയ്യോ അതിനെന്നാന്നും പറഞ്ഞുകൊണ്ട് 25 രൂപ തന്നു. ഞാനതും കൊണ്ട് ബസ്സിൽ കയറി വണ്ടിപ്പെരിയാറ്റിൽ ചെന്നു. വണ്ടിപ്പെരിയാറ്റിൽ ചെന്ന് ഞാൻ അവിടെ വലിയ ടൗണിൻ്റെ അടുത്ത ഹൃദയഭാഗത്ത് ഞാൻ അവിടെ ഒരു സൈഡിലേക്ക് മാറി നിൽക്കുകയാണ്. അങ്ങനെ നിന്നപ്പോഴാണ് ഞാൻ ആളുകൾ വന്ന് ഷോപ്പിംഗ് നടത്തുന്നു. പല രീതിയിലുള്ള ആൾക്കാർ, എല്ലാം തമിഴന്മാരാണ് കൂടുതലും. അതിൻ്റെ കൂടെ വിചിത്രമായ വലിയ ഡ്രസ്സൊന്നുമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവർ ഗിരിവർഗ്ഗക്കാരാണെന്നുള്ളത്. ഊരാളികളായിരുന്നു. മഞ്ചുവയിൽ ഊരാളിക്കുടി എന്നുള്ള ആളുകൾ അവർ വന്ന് ഷോപ്പിംഗ് നടത്തുകയാണ്. അപ്പോൾ ഐ വാസ് റിയലി വെരി ക്യൂരിയസ്. എന്താണ് ഇവർ കൊടുക്കുന്നത്, എന്താണ് അവർ മേടിക്കുന്നത്. അവർ കൊടുക്കുന്നത് ഏലക്കായും കുരുമുളകുമാണ്. പക്ഷേ വാങ്ങിക്കുന്നത് ഉപ്പും പുകയിലയും. അപ്പോൾ ഈ പുകയിലയൊക്കെ വലിയ ചൂഷണമാണ് നടക്കുന്നത്. ഭയങ്കര ചൂഷണം. അതും പുകയില നല്ല പുകയില കൊടുക്കുന്നില്ല, ഉപ്പ് പിന്നെ സാധാരണ രീതിയിലുള്ള ഉപ്പ്. അപ്പോൾ ഇത്രയും വലിയ ചൂഷണം ഇവിടെ നടന്നിട്ട് ഇവിടെ ആരും ഒന്നും ഇടപെടുന്നില്ലല്ലോ. ഞാൻ അവരെ വിളിച്ച് എവിടെ നിന്നാണ് വന്നത്. അപ്പോൾ ഒരു ശബരിമലയ്ക്കടുത്തുള്ള ഗിരിവർഗ്ഗ കോളനിയിൽ നിന്നാണ്, ഊരാളിക്കുടിയിൽ നിന്നാണ്. മഞ്ചുവയലെന്ന് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ പേര്. ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ ഒന്ന് വരണം. അപ്പോൾ നിങ്ങളുടെ ഒരു ഡേറ്റ് ഞങ്ങൾ ഫിക്സ് ചെയ്തു. കാരണം എനിക്ക് ഇവരുടെ കൂടെ തന്നെ പോയിട്ട് പിന്നെ തിരിച്ചു വരിക. കാരണം ശബരിമലയ്ക്കടുത്താണ്, അത്രയും ദൂരം വനത്തിൽ കൂടെ പോകണം, നടക്കണം. തിരിച്ച് ഇവർ കൊണ്ട് വിട്ടില്ലെന്ന് പറയും നമ്മൾ ആകപ്പാടെ ആപ്പിലാവും. അതുകൊണ്ട് മുറിഞ്ഞവിഴയെന്ന് പറയുന്ന പള്ളിയും കൂടെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് ചെറുപ്പക്കാരെ ഞാൻ സംഘടിപ്പിച്ച് അവർ 2 കൂട്ടരും കൂടെ സമ്മതിച്ച ഒരു ഡേറ്റിൽ ഞങ്ങൾ വന്ന് മഞ്ചുവേരി പോയി. മഞ്ചുവേരി ചെന്ന് അത് നടന്നു പോകണം, വനത്തിൽ കൂടെ നടന്ന് പോയി. രാവിലെ വന്നിട്ട് ഒരു 9 മണിയായപ്പോൾ അവർ വന്നു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് രാത്രി 8-8:30 എന്തായിരുന്നു അവിടുത്തെ ഒരു അവസ്ഥ? എങ്ങനെയായിരുന്നു മഞ്ചുവയൽ കോളനി? അവർ മരത്തിന് മുകളിൽ താമസിക്കുന്ന ട്രീ ഹട്ടിൽ. വനത്തിലെ മുഴുവനും കാട്ടുമൃഗങ്ങൾ, വനങ്ങൾ, പിന്നെ കാട്ടാന, പുലിയെ, കടുവ. അപ്പോൾ അത്രയും അപ്പോൾ അവരിങ്ങനെ വലിയ ബന്ധവും കെളുത്തിയാണ് നമ്മളെ കൊണ്ടുപോയി വിടുകയൊക്കെ ചെയ്തത്. അങ്ങനെ വളരെ സുരക്ഷിതമായിട്ട് തന്നെയാണ് അവർ നമ്മളെ കൊണ്ടുവിടുകയും ചെയ്തത്. അത്ര ദയനീയമായ അവസ്ഥ. അപ്പോൾ ഞാൻ നേരെ പിറ്റേ ദിവസം വീണ്ടും ഞാനത് കുമളി കയറി. കുമളിയിലാണ് ഫോറസ്റ്റ് ഓഫീസർ, DFO, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ താമസിക്കുക. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു കൂട്ടർ അവിടെ താമസിക്കുന്നു, അവർക്ക് എന്തെങ്കിലും ചെയ്യണം, അതിനുള്ള പരിപാടി നമുക്ക് ആസൂത്രണം ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു നല്ല കാര്യമാണ്, പക്ഷേ നമുക്ക് അതിനുള്ള ഫണ്ട്സ് ഒന്നുമില്ല. അദ്ദേഹം ആദ്യം കേൾക്കുകയാണ് ഇങ്ങനെ ഒരു കൂട്ടരെ വനത്തിനുള്ളിൽ താമസിക്കുന്നുണ്ടെന്നുള്ളത്. എന്നോട് പറഞ്ഞു, നല്ലൊരു മനുഷ്യനായിരുന്നു അയാൾ, ഒരു മാർത്തോമാക്കാരനാണ്, മാർത്തോമാ സഭാവിശ്വാസി. എന്നോട് പറഞ്ഞു, ഫാദർ അത് ചെന്ന് കണ്ട് ബോധ്യപ്പെട്ട് വന്ന എനിക്ക് സന്തോഷമുണ്ട്. നമുക്ക് നമ്മുടെ രാഷ്ട്രീയക്കാരോടും നമ്മുടെ മുഖ്യമന്ത്രിയോടും എല്ലാം പറയണം ഇതിനെക്കുറിച്ച്. ഞങ്ങൾക്ക് ഇവിടെ ഫണ്ടൊന്നുമില്ല. പുള്ളി എന്നിട്ട് 100 രൂപ, ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് 100 രൂപ എടുത്ത് തന്നു. പുള്ളിയുടെ പേഴ്സണലായിട്ടുള്ള മണി എനിക്കിത് തരാറുണ്ടോ? അത് എൻ്റെ പേഴ്സണൽ മണിയാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഫാദറിന് തരാം. ഫാദർ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറരുത് എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് നന്ദിയും പറഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചത് എവിടെയായിരിക്കും ഇതിനുള്ള സഹായം കിട്ടുന്നത്. അപ്പോൾ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയത് ഡൽഹിയിലെ ഗ്രാമീണ വികസന മന്ത്രാലയത്തിലാണിത് കിട്ടുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. ഞാൻ 8-9 ദിവസം എടുത്തുള്ളൂ. ഞാൻ അടുത്ത വണ്ടിയെ കയറി, ട്രെയിനിൽ കയറി ഞാൻ നേരെ ഡൽഹി ചെന്നു. നമുക്കൊന്നും മുകളിലോട്ട് നോക്കി ആകാശം എന്താട്ട് നോക്കുക ഭൂമി, പിന്നെ വേറെ ആരെയും പേടിക്കേണ്ട കാര്യവുമില്ല, ചിന്തിക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഡൽഹി ചെന്ന് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ഓട്ടോ പിടിച്ച് ഗ്രാമീണ വികസന മന്ത്രാലയത്തിൽ ചെന്നു. എനിക്ക് ആരെയും പരിചയമില്ല.
ഞാൻ നേരെ മന്ത്രാലയത്തിൻ്റെ ഹിന്ദി അറിയാമായിരുന്നോ? ഹിന്ദി അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഗ്രാമീണ മന്ത്രാലയം എന്നൊക്കെ പറഞ്ഞ് അവർ കൊണ്ടാക്കി എന്നുള്ളതേ ഉള്ളൂ. അവിടെ ഇറങ്ങി ഞാൻ വരാന്തയിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ബോർഡ് ഞാൻ കണ്ടു, TK അയ്യപ്പൻ നായർ. അപ്പം ഞാൻ വിചാരിച്ചു ഇയാൾ മലയാളിയായിരിക്കും, എന്നെ നാളിനും വേണ്ടിയല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നോക്ക് ചെയ്ത് ചെന്നപ്പോഴത്തേക്ക് ഇവിടെ പിന്നെ ശിപ്പായിയാണെന്ന് തോന്നുന്നു, ഇറങ്ങി വന്നു. അവൻ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ കാണണം, TK അയ്യപ്പൻ നായരെ കാണണം, അദ്ദേഹം ജോയിൻറ്റ് സെക്രട്ടറിയാണ്. സെക്രട്ടറി ഒന്നും അങ്ങനെ ചുമ്മാ ഒന്ന് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു ജസ്റ്റ് ടെൽ ഹിം ഇങ്ങനെ ഒരു അച്ഛൻ വന്നിട്ടുണ്ട്, അതെല്ലാം ഞാൻ പറഞ്ഞ് എഴുതി കൊടുത്തു. ഇന്ന് കാർഡൊന്നുമില്ലല്ലോ, ഒരു കടലാസിൽ എഴുതി കൊടുത്തു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് എന്നെ വിളിപ്പിച്ചു. എന്നോട് ചോദിച്ചു എന്താ ഫാദർ വന്നത്? ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് പണം വേണം എൻ്റെ ആളുകൾക്ക്, ഇരുവർഗക്കാർക്ക്. അപ്പോൾ എന്നോട് അദ്ദേഹം ആദ്യം എടുത്ത പറഞ്ഞ മറുപടി, ഇതുവരെ കേരളത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും വന്നിട്ടില്ല, MP മാർ വന്നിട്ടില്ല, MLA മാർ വന്നിട്ടില്ല, സാധാരണക്കാരൻ വന്നിട്ടില്ല, ഫാദറാണ് ആദ്യം വരുന്നത്. ഫാദർ വന്നിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ വേണ്ട എല്ലാം ചെയ്തു തരും. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് എന്നോട് പറഞ്ഞു ഇത് ഒത്തിരി മനസ്സിലാക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് വരാം. ഫാദർ അവിടെ ഇരിക്കാൻ പറഞ്ഞൊരു സ്ഥലത്ത് എന്നെ കൂടെ ഇരുത്തി. അരമണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹത്തിന് ജോലി കഴിഞ്ഞിട്ട് എന്നോട് വന്ന് എല്ലാം വിശദീകരിച്ച് തന്നു. നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യണമെന്ന് വരികയിൽ വലിയൊരു മേജർ പ്രോജക്റ്റ് ഉണ്ടാക്കണം. ആ പ്രോജക്റ്റ് ഉണ്ടാക്കണമെന്ന് വരികയിൽ ഇപ്പം അതിന് പ്രോജക്റ്റിനൊരു പ്രിപ്പറേഷൻ വേണം. കാരണം അവിടെയുള്ള ആൾക്കാരെ വിളിച്ചു കൂട്ടണം, ഇരുവർക്കാരെ വിളിച്ചു കൂട്ടണം, പിന്നെ ജനപ്രതിനിധികളെ വിളിച്ചു കൂട്ടണം, ആ പ്രദേശത്തുള്ള ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കണം. അവരുടെ ഫെൽറ്റ് നീഡ്, അങ്ങനെയാണ് ഞാൻ ആദ്യം ഈ ഫെൽറ്റ് നീഡ് എന്നുള്ള വാക്ക് കിട്ടുന്നത് മനസ്സിലാക്കുക. അപ്പം ഫെൽറ്റ് നീഡ് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രോജക്റ്റ് ഉണ്ടാക്കണം. അപ്പം മെയിൻ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്യാനായിട്ട് കുറച്ച് പൈസ വേണ്ടി വരും ഫാദറിന്. അത് ഞാൻ ഇപ്പം തന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ ഫാദറിനോട് ക്രമീകരിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ പ്രിപ്പറേറ്ററി പ്രോജക്റ്റ് അന്ന് 1,30,000 രൂപയോളം ഉണ്ടായിരുന്നു. അത് എൻ്റെ കയ്യിൽ ആദ്യം തന്നെ ശരിയാക്കി ക്യാഷായിട്ട് എൻ്റെ തന്നു, ചെക്കായിട്ട് തന്നു, ചെക്കായിട്ട് മന്ത്രാലയത്തിൽ തന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് ഞാനിവിടെ നമ്മുടെ MLA മാരെയും നമ്മുടെ PJ ജോസഫൊക്കെ ഉണ്ടായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റുമാരെ, ഇവരെ ബന്ധപ്പെട്ട ആൾക്കാരെ എല്ലാവരെയും ഞാൻ വിളിച്ചു. ഏതാണ്ട് ഒരു 6 മാസം എടുത്ത് ഞാൻ പ്രോജക്റ്റ് ഉണ്ടാക്കണം. പ്രോജക്റ്റ് ഉണ്ടാക്കി ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് സബ്മിറ്റ് ചെയ്തു. അത് 30-35 കോടി ഇടിയാണ് മുഴുവൻ. എലഫൻ്റ് ട്രഞ്ച് ഉണ്ടാക്കി, പിന്നെ കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങൾ, വീട് വെക്കാനുള്ള, ഇവർക്ക് ഏറുമാടത്തിലാണല്ലോ ഒരു താമസിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് പകരം വീടുകളുണ്ടാക്കി അവരെ താമസിപ്പിക്കുക, മറ്റു കോളനികളെക്കുറിച്ചുള്ള പിന്നെ സ്റ്റഡി നടത്തുക. ഇതെല്ലാം കൂടെ എങ്ങനെയാണേലും 5-6 മാസം എടുത്തു. അപ്പോൾ ഈ പറഞ്ഞ 30 കോടി രൂപയുടെ പ്രോഗ്രാമാണെന്ന് പിന്നെ സാങ്ഷനായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എനിക്ക് തന്നത്. അപ്പം പിന്നെ ഫുൾ സ്വിങ്ങിൽ എൻ്റെ പരിപാടിയും കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് നീങ്ങി. അങ്ങനെയാണ് വാസ്തവത്തിൽ പീരുമേട്ടിലെ അത്രയും വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. പിന്നീട് ഈ പീരുമേട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്നുള്ളൊരു സങ്കല്പം അത് ഉണ്ടാവുകയും അതെങ്ങനെയാണ് തുടർന്ന് ഈ ആക്ടിവിറ്റീസ് ഇങ്ങനെ ഒന്നൊന്നായിട്ട് വന്നപ്പോഴത്തേക്ക് വെറുതെ ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരു സൊസൈറ്റി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി നമ്മൾ ഒരു സൊസൈറ്റി വോളണ്ടറി ഓർഗനൈസേഷൻ നമ്മളുണ്ടാക്കി. അതാണ് പീരുമേട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. എന്തൊക്കെയായിരുന്നു പീരുമേട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ പ്രോഗ്രാംസ്? എന്തൊക്കെയായിരുന്നു? ഓർഗാനിക് ഫാമിംഗ്, അതുപോലെ സൊസൈറ്റി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അതിന് മെയിനായിട്ടുള്ളത് ട്രൈബൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഒന്ന്, രണ്ടാമതായിട്ടുള്ളത് ഓർഗാനിക് ഫാമിങ്. ഈ ഓർഗാനിക് ഫാമിങ്ങിലേക്ക് ഞാൻ വരാൻ കാരണം ഗിരിവർഗ്ഗക്കാരുമായിട്ടുള്ള ബന്ധം ആണ് എന്നെ അതിലേക്ക് നയിച്ചത്. കാരണം അവർക്ക് സാധാരണ രീതിയിൽ അസുഖങ്ങളൊന്നുമില്ല, നമുക്കാണല്ലോ ഈ അസുഖങ്ങളും പരിപാടിയെല്ലാം ഉണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായ നാച്ചുറൽ ലൈഫിൽ അവർ നീങ്ങുന്നതാണ്. പിന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും അവരങ്ങനെ കഴിക്കുന്നില്ല. അപ്പോൾ അതെന്നെ വളരെയേറെ ആകർഷിച്ചു. അപ്പോൾ അതുപോലെ നമുക്ക് നമ്മുടെ ആളുകളെ ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ച് ട്യൂൺ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നാൽ നമുക്കതിലേക്ക് വരാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനെങ്ങനെയാണ് കാര്യങ്ങൾ നീക്കാൻ സാധിക്കുക. അപ്പം അതിനുവേണ്ടിയുള്ള പരിപാടികളും ചട്ടവട്ടങ്ങളും എല്ലാം കൂടെ അതിലേക്ക് കൊണ്ടുവരാനായിട്ടിടയായി. ഓർഗാനിക് ഫാമിങ് അത് വലിയ രീതിയിൽ നമ്മൾ കൊണ്ടുവന്നു. കാരണം ഒരു കീടനാശിനിയും രാസവളങ്ങളും ഇല്ലാതാണ് ഏലവും കുരുമുളകും എല്ലാം അവർ കൃഷി ചെയ്യുന്നത്.
അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാനുള്ള ട്രെയിനിങ്ങും ഇൻപുട്ടും കൊടുക്കാൻ തുടങ്ങി. പിന്നെ കീടങ്ങളാണെങ്കിലും നമ്മൾ നശിപ്പിക്കാതെ തന്നെ ഒരു കീടം വേറൊരു കീടത്തെ അതിജീവിപ്പിച്ച് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള പഠനവും കാര്യങ്ങളും എല്ലാം കൂടെ നടത്താനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നീക്കി. അതിന് എനിക്ക് ഇസ്രായേലിലെ റുപ്പിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അവരാണ് എന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പിന്നെ പഠിക്കാനുള്ള അവസരം തന്നത്. അതുപോലെ നമ്മുടെ ഇവിടെ തന്നെയാണെങ്കിലും നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പീച്ചി അന്ന് തുടങ്ങിയുള്ളൂ അതിൻ്റെ പരിപാടികളൊക്കെ. അവരുടെ ഇത് പിന്നെ നമ്മുടെ ബയോളജിക്കൽ ആൻഡ് ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഉണ്ടല്ലോ, അവരുമായിട്ടുള്ള ബന്ധങ്ങൾ, അവരുമായിട്ടുള്ള ഇടപെടലുകൾ, ഇതെല്ലാമാണ് എന്നെ അതിന് വേണ്ടി ഒത്തിരിയേറെ സഹായിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഇടയായത്. അതിനുശേഷം ഈ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഒരുപാട് 2000-ഓളം അത്തരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അവരെല്ലാം ഈ ബാങ്കുകളൊക്കെ ആയിട്ട് ബന്ധിപ്പിക്കുക, ലോൺ കൊടുക്കുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പിതാവ് തുടർന്നു. ഇതിങ്ങനെ ശരിയായിട്ട് വന്നപ്പോഴാണ് ആദ്യം ഗിരിവർഗ്ഗ കോളനിയിലാണ് ഇത് തുടങ്ങിയത്. അപ്പോഴത്തേക്ക് നമ്മുടെ കർഷകരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും ഇതുപോലെ തന്നെ ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവരെ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളായിട്ട് ഫോം ചെയ്തുകൊണ്ട് അവർക്കും വേണ്ട ട്രെയിനിങ് ഇൻപുട്ടും കൊടുത്തുകൊണ്ട് അതിലേക്ക് വന്നു. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നാമത് കൃഷിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, പിന്നെ ഹാർവെസ്റ്റിങ്ങിനുള്ള കാര്യങ്ങൾ, മൂന്നാമത് അതിന് പ്രോസസ്സിങ്ങിനുള്ള കാര്യങ്ങൾ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു ഫാക്ടറിയിലേക്കുള്ള ചിന്ത വന്നു. അങ്ങനെയാണ് പിരിമെട്ടിൽ ഓർഗാനിക് സ്പൈസസ് ഫാക്ടറി വന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മഞ്ചൂരിയിൽ തന്നെ കിട്ടിയ എൻ്റെ അറിവ് വെച്ചുകൊണ്ടാണ് ഞാൻ ആയുർവേദ ഫാക്ടറിയും പരിപാടികളും ഒക്കെ വന്നത്. കാരണം ഒരു മരുന്നും പുറത്തുനിന്നില്ലാതെ തന്നെ നമ്മുടെ തന്നെ ചുറ്റുപാടുകളിൽ നിന്നുള്ള മരുന്ന് കൊണ്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നടത്താൻ സാധിക്കും, ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്താനായിട്ട് ഇടയായത്. ആദ്യം ഈ തിരുവനന്തപുരം മേഖലകളിൽ ഉണ്ടായതുപോലെ ഒരു വലിയ മാറ്റം ഈ ഹൈ റേഞ്ച് മേഖലയാകെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. കർഷകരെ സംഘടിപ്പിച്ചു, വലിയ പ്രത്യേകിച്ച് ഗിരിവർഗ്ഗ മേഖലകളിലേക്ക് വികസനം കൊണ്ടുവന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് പിന്നീട് പിതാവ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ബിഷപ്പായിട്ട് നിയമിതനാകുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ്. ഓർമ്മയോടൊന്ന് പങ്കുവയ്ക്കാം. ഞാനിങ്ങനെ ഓർഗാനിക് ഫാമിങ്ങും കാര്യങ്ങളുമായിട്ട് വന്നു. അതിൻ്റെ റിസർച്ച് ഡെവലപ്മെൻറ്റ്, പിന്നെ എവിടെയെല്ലാം അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും അവിടെയെല്ലാം പോയി ഞാൻ പഠിക്കുമായിരുന്നു. അതായത് പിന്നെ ഇസ്രായേലിലെ റുപ്പിൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, മൈസൂറിലെ ഇതിൻ്റെ വലിയൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി പഠിച്ച് ഊട്ടിയിലുള്ള ഇപ്പം കൂണ് കൃഷി, കൂണെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് നമ്മൾ പഠിക്കുമ്പോഴാണ് 3000 ഇനം വെറൈറ്റി കൂണുകളുണ്ടെന്നും ഓരോ കൂണിനും അതിൻ്റേതായ പ്രത്യേകതകളും പെക്യൂരിയാരിറ്റീസും ഉണ്ടെന്നും ഓരോന്നും ഓരോ രീതിയിലാണ് നമ്മുടെ എൻവയറമെൻറ്റിനെയും അഗ്രികൾച്ചറിനെയും ബാധിക്കുന്നത് എന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി പഠിക്കാൻ വേണ്ടി ഞാൻ പോകാവുന്ന എല്ലാ സ്ഥലത്തും പോയി. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സഹായത്തോടുകൂടി തന്നെയാണ് ഞാൻ പോയിട്ടുള്ളത്. അത് ചൈന വരെ ഞാൻ പോയി. അത് വളരെ വലിയൊരു സഹായം എനിക്ക് ചെയ്തു തന്നു. പിതാവിൻ്റെ പുസ്തകം ഒരിക്കൽ റിലീസ് ചെയ്തപ്പം പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അതായത് ഈ 80കളിലൊക്കെ ഹൈ റേഞ്ച് മേഖലയിൽ കുരുമുളകിന് വളരെ വ്യാപകമായിട്ട് ദ്രുതവാട്ടം ഉണ്ടായി. ആ സമയത്ത് പിതാവ് പറഞ്ഞു ഈ കൊങ്ങിണി നിൽക്കുന്ന തോട്ടങ്ങളിൽ, ഈ കുരുമുളക് തോട്ടങ്ങളിൽ ഇത് കാണപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് ആ ഒരു കൃഷിയെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് പിതാവ് കണ്ടെത്തിയ ഒരു നിരീക്ഷണമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് നിരീക്ഷണങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തിയ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കണ്ടെത്തലുകൾ മറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇതിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെക്ക് ആൻഡ് കൺട്രോൾ മെഷേഴ്സാണ് പ്രകൃതിയിലുള്ളത്. അപ്പോൾ ഒരു പ്ലാന്റ് വേറൊരു പ്ലാന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സംഗതി, അത് ഒരു വശം. രണ്ടാമത് ഒരു ജീവി വേറൊരു ജീവിയെ എക്സ്പെൽ ചെയ്യുന്ന സംഗതി. ഇത് രണ്ടും നമ്മൾ ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ കീടനാശിനി ഉപയോഗിക്കാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുകയും കർഷകരെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷനായിട്ട് നിയമിതനായ ആ ഒരു സന്ദർഭം ഒന്ന് പറയാമോ? യഥാർത്ഥത്തിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ, കാരണം എൻ്റെ ജീവിതത്തിൻ്റെ സുഖഭാഗം ഇവിടെ ചിലവഴിച്ചു, ഇനി ഇപ്പോഴവിടെ തന്നെ കഴിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം ആണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന മഞ്ചുവേര് എന്ന് പറയുന്ന കോളനിയിൽ മരത്തിൻ്റെ മുകളിലായിരുന്നു മീറ്റിങ്, കോൺഫറൻസ് നടക്കുന്നത്. അപ്പോഴാണ് ഓഫീസിൽ നിന്ന് ഒരാൾ കൂടി വന്ന് എൻ്റെ അടുത്ത് വന്ന് പറയുന്നു,
ഒരു ടെലിഫോൺ കോളുണ്ട്, ഇമ്മീഡിയറ്റായിട്ട് തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞ് ഡൽഹിയിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു വല്ല കുരുമുളകിൻ്റെ ഏലക്കായുടെ വല്ല ഓർഡറായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ എന്നോട് പറഞ്ഞത് ഓഫീസിൽ കൊടുത്താൽ മതിയല്ലോ. അപ്പം പറഞ്ഞു അതല്ല, വേറെ എന്തോ പ്രധാനപ്പെട്ട ഒരു ഇതാണ്, എന്നോട് നേരിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് അവരുടെ കൂടെ നടന്ന് വേണം പിന്നെ വണ്ടിപ്പെരിയാറ്റി വരാൻ. വണ്ടിപ്പെരിയാറ്റി വന്ന് ഞാൻ പിന്നെ വണ്ടിയിൽ കയറി ഞാനിവിടെ തിരിച്ച് പിരിമേറ്റി വന്ന് തന്ന ഫോൺ നമ്പറിൽ വിളിച്ചപ്പോഴത്തേക്ക് അപ്പസ്തോലിക് ഇൻഷ്യമാണ് മറുവശത്ത് നിൽക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു യു ആർ അപ്പോയിൻറ്റഡ് ബിഷപ്പ് ഓഫ് കാഞ്ഞിരപ്പള്ളി. അപ്പം ഞാൻ ചോദിച്ചു, പിതാവേ, യുവർ ലോർഡ്ഷിപ്പ്, ഷുഡിൻറ്റ് യു നീഡ് ടു ഗെറ്റ് മൈ കൺസെൻറ്റ്? You know, the Holy Father need not get anyone's consent. You are appointed Bishop of Kathirapalli. Only two things I need to know. One is, when is your consecration? Who is the bishop who is going to consecrate you? You send me these two answers immediately by wire. You are appointed Bishop of Kathirapalli. അങ്ങനെയാണ് ഞാൻ കാഞ്ഞിരപ്പള്ളി ബിഷപ്പായിട്ട് തീരുന്നത്. ഈ കാഞ്ഞിരപ്പള്ളി ബിഷപ്പായതിനു ശേഷമുള്ള ഈ 19 വർഷങ്ങളെന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഒരു സമഗ്ര വളർച്ചയുടെ കാലഘട്ടങ്ങളായിരുന്നു. അത് ആത്മീയ രംഗത്തും ഭൗതിക രംഗത്തും ഒരുപോലെ. പലപ്പോഴും പിതാവിൻ്റെ കോൺട്രിബ്യൂഷൻസ് പലരും പറയുന്ന വേളയിൽ ഈ ഭൗതിക രംഗത്തുണ്ടായ ഈ വലിയ മാറ്റങ്ങൾ മാത്രമാണ് പൊലിപ്പിച്ച് കാട്ടാറുള്ളത്. പക്ഷേ ജീവകാരുണ്യ രംഗത്തൊക്കെ ഒരു വലിയ ഇന്ന് കാഞ്ഞിരപ്പള്ളി രൂപത മറ്റു രൂപതകൾക്ക് ഒരു വലിയ മാതൃകയായിട്ട് മാറിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സമഗ്ര വളർച്ചയുടെ ഒരു 19 വർഷങ്ങളെക്കുറിച്ച് പിതാവൊന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ആരും ഒറ്റപ്പെട്ട വ്യക്തികളല്ലല്ലോ. നമ്മൾ ഈ സമൂഹത്തിൽ ജനിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സമൂഹത്തിലുള്ള മറ്റ് ആളുകളോടുള്ള ബന്ധമുണ്ട്, പ്രകൃതിയോടുള്ള ബന്ധമുണ്ട്. ഇതൊന്നും മറന്നിട്ട് നമുക്ക് സ്വാർത്ഥരായിട്ട് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ കൂടുതലായിട്ട് ആളുകൾ കൊടുക്കാനായിട്ട് തയ്യാറായത്. ഞാൻ രൂപതാധ്യക്ഷനായ ശേഷം ആദ്യം ചെയ്തത് ക്രിസ്മസിന് നടത്തുന്ന ഒരു പിരിവായിരുന്നു. ഞാൻ എല്ലാ ആൾക്കാരോടും പറഞ്ഞു, നിങ്ങൾ ക്രിസ്മസിനൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കണം. അത് ഇവിടെയുള്ള പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടായിരിക്കും. എന്നോടെല്ലാവരും പറഞ്ഞ് അങ്ങനെ പിരിച്ചു കഴിച്ചാൽ എല്ലാം കൂടെ കൂടി വന്നാൽ 10,000, 5,000, 10,000 അല്ലെങ്കിൽ 1,00,000 രൂപ കിട്ടുമെന്ന്. എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ലക്ഷങ്ങൾ, കോടികളാണ് വന്നത്. ഇവിടെ അവശത അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ കൊടുക്കത്തക്ക രീതിയിലുള്ള വലിയ ഒരു ഫണ്ട് ശേഖരണം എല്ലാ വർഷവും അതിലൂടെ നടന്നു. പാവപ്പെട്ട പിള്ളേരെ പഠിപ്പിക്കാനും രോഗികൾക്ക് ചികിത്സയ്ക്കും, അതല്ല അതിനേക്കാളപ്പുറത്ത് വീട് വയ്ക്കുന്നവർക്ക് വീട് വെക്കാനും ഒക്കെയുള്ള വലിയൊരു സംഗതി. ഇത് പ്രായോഗികമാണെന്ന് കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും ബോധ്യമായി നമ്മൾ ഒന്നിച്ചേർന്ന് കഴിഞ്ഞാൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ആ ഒരു ബേസിക് പ്രിൻസിപ്പിളിനെ അടിവരയിട്ടുകൊണ്ടാണ് ഞാൻ പിന്നീട് എല്ലാ കാര്യങ്ങളും ചെയ്തത്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ബന്ധപ്പെടുത്തി കാര്യങ്ങളിലേക്ക് വരുന്നു. ചെറുതും വലുതുമായിട്ടുള്ള ഒന്നിച്ചേരൽ, ദാറ്റ് മേക്സ് ദ ഡിഫറൻസ്. അതാണ് എല്ലാ കാര്യത്തിലും മുമ്പോട്ട് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് 1000 ചില്ലുവാനും കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഞാനിവിടെ രൂപത ഭരണം ഏറ്റെടുക്കുമ്പോഴൊന്നുമില്ല ഇവിടെ. പക്ഷേ എനിക്കൊരു പ്രശ്നവും തോന്നിയില്ല. ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ തന്നു. പിന്നെ മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് പ്രശ്നം ഉണ്ടായില്ല. മരിയൻ കോളേജിൻ്റെ ആണെങ്കിലും ഫർദർ എക്സ്റ്റൻഷനും കാര്യങ്ങളും എല്ലാം തന്നെ 350 കോടി രൂപയുടെ കാര്യങ്ങൾ അതിലൂടെ നടന്നു. ഇതിൻ്റെ ഇടയ്ക്ക് സിറ്റഡൽ സ്കൂള് നമ്മൾ ഇളങ്കോയിലുള്ളത് ഏറ്റെടുത്തു. അതിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നു. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ ചെയ്ത തെക്കൻ തിരുവിതാംകൂർ നമുക്ക് വലിയ സാന്നിധ്യമില്ലായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ തെക്കൻ മിഷൻ്റെ പരിപാടിയിലേക്ക് കടക്കുകയും റാന്നിയിലെ സിറ്റഡൽ സ്കൂൾ നമ്മൾ ഏറ്റെടുത്ത് നടക്കുകയും ചെയ്തു. അപ്പോൾ എന്നോടെല്ലാവരും പറഞ്ഞു ഇതൊക്കെ വലിയ വണ്ടത്തരത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ഒരു വണ്ടത്തരം ഉണ്ടായില്ല. ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ എല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് മുമ്പോട്ട് പോയി. അതുപോലെ കോലഞ്ചേരിയിൽ അവിടെ സ്കൂള് കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഇപ്പുറത്തെ മിൽക്ക് ചില്ലിങ് പ്ലാന്റിൻ്റെ പരിപാടിയായി. അങ്ങനെ തെക്കൻ മിഷനിലേക്ക് നമ്മുടെ പരിപാടി എക്സ്റ്റെൻഡ് ചെയ്തു. എല്ലാ രംഗത്തേക്കും നമ്മുടെ സാന്നിധ്യം കടന്നു ചെല്ലുന്ന ഒരു വലിയ നീക്കത്തിന് നമുക്ക് തുടക്കം കുറിക്കാനായിട്ട് കഴിഞ്ഞു.
ഈ ജീവകാരുണ്യ രംഗത്താണെങ്കിൽ നമുക്ക് 61ഓളം സ്ഥാപനങ്ങളുണ്ട്, അത്തരം ഓർഫനേജുകൾ, ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെൻറ്ററുകൾ. അങ്ങനെ ജീവകാരുണ്യ രംഗത്ത് ഈ കാലഘട്ടത്തിലൊരു വലിയ ഒരു കുതിച്ചുചാട്ടം തന്നെ നടത്തിയെന്ന് പറയേണ്ടി വരും. പുതിയ സ്ഥാപനങ്ങളുണ്ടാകുന്നു, ഒരു ഒരു രൂപതയിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടാകുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു സ്ഥിരമായിട്ടൊരു വൈദികനെ നിയമിക്കുന്നു. അങ്ങനെയെല്ലാം അത്തരത്തിലുള്ള സെൻറ്ററുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നു. നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അത് ഓർഗനൈസ്ഡായിട്ട് നമ്മൾ ഇതുവരെ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അതിന് പറ്റിയ ആൾക്കാർ, ഇപ്പോൾ റോയി അച്ഛനെ നമ്മൾ റോയി വടക്കേലച്ഛനെ വെച്ച് കഴിഞ്ഞപ്പോൾ അതേ അത് ഓർഗനൈസ് ചെയ്ത് വലിയ പ്രസ്ഥാനങ്ങളായി ഓട്ടിസം, അതുപോലെ തന്നെ മറ്റ് വൈകല്യമുള്ള ആൾക്കാർ, മെൻ്റലി ചലഞ്ച്, ഫിസിക്കലി ചലഞ്ച്, ഇങ്ങനെയുള്ള എല്ലാവരെയും സംഘടിപ്പിക്കുവാനും ഒന്നിച്ചു ചേർക്കാനും പരിശീലനം കൊടുക്കാനും അവരെ റീഹബിലിറ്റേറ്റ് ചെയ്യാനുമുള്ള വലിയ നീക്കങ്ങൾക്ക് നമുക്ക് തുടക്കം കുറിക്കാണ്ട് കഴിഞ്ഞു. അതെല്ലാം അതിൻ്റെ കൂടെ നിന്ന് അല്പത്ത് വെച്ച അച്ഛന്മാരുടെ കഴിവാണ്. അതുപോലെ തന്നെ ഈ രൂപതാ കേന്ദ്രത്തിലാണെങ്കിലും ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള അച്ഛന്മാർ വരുന്നു, ഒരുപാട് ഐഡിയ ഉള്ള അച്ഛന്മാർ വരുന്നു. ഇവിടുത്തെ നമ്മുടെ സൺഡേ സ്കൂളിലെ പുസ്തകം മറ്റ് രൂപതകൾ, നമ്മുടെ ഉത്ഥാനോത്സവത്തിൻ്റെ പുസ്തകങ്ങൾ മറ്റ് രൂപതകൾ അതുപയോഗിക്കുന്നു. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും, കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ്, സ്കൂൾസ് ആയിക്കൊള്ളട്ടെ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇതുപോലെ ഒരു സമഗ്രമായി ഒരു വളർച്ച ഉണ്ടാകുന്നു. ചെറുപ്പക്കാരായിട്ടുള്ള അച്ഛന്മാർ അതിൻ്റെ നേതൃത്വത്തിൽ വരുന്നു. ഒരു മാറ്റമല്ലായിരുന്നു. ഓരോരുത്തർക്കും ഓരോ ടാർഗറ്റ് ഞാൻ എപ്പോഴും കൊടുക്കും. ടാർഗറ്റ് അനുസരിച്ച് നീങ്ങുന്നില്ലെന്നറിയില്ല, അവരെ മാറ്റി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ വെക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിവുള്ള ആൾക്കാരെ കണ്ടെത്താനും അവരുടെ കഴിവിൻ്റെ പരാമതി ചെയ്തില്ലെന്ന രീതിയിൽ അവർ ചിലപ്പോൾ അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വരും എന്നുള്ള ഒരറിവും കൂടെ വരുമ്പോഴേ അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ ചെയ്ത് ആ പ്രസ്ഥാനത്തെ വിജയത്തിലെത്തിക്കാനായിട്ട് ശ്രമിക്കും. മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ പിതാവ് കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോയിരുന്നു. അതിനൊരു ഓർഡർ വരുത്തുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അതിന് പറ്റിയ ആളിനെ മറ്റുള്ള അച്ഛനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്കൊരിക്കലും പിന്നീട് വറി ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുപോലെ പിതാവിൻ്റെ നേതൃത്വത്തിൽ മരിയൻ റിട്രീറ്റ് സെൻറ്റർ അണക്കരയിൽ തുടങ്ങുന്നു. അതൊരു ആത്മീയ രംഗത്ത് കേരളത്തിലാകമാനമുള്ള ആളുകൾ അവിടെ വരുന്നു, ധ്യാനിക്കുന്നു. അതൊരു പുതിയ ഉണർവിന് കാരണമായോ? തീർച്ചയായിട്ടും. അതിനെപ്പറ്റി ഒരു അച്ഛനെ കണ്ടെത്തി കഴിഞ്ഞപ്പോഴേ അച്ഛന് വേണ്ട എല്ലാ സഹകരണവും അതിനുവേണ്ട റിസോഴ്സസും നമ്മൾ കണ്ടെത്തി കൊടുക്കും. പിന്നെ നമ്മൾ ദൂരെ നിന്ന് വീക്ഷിക്കുകയുള്ളൂ, അല്ലാതെ നമ്മൾ അതിന് പുറകെ നിന്നുകൊണ്ട് അച്ഛനെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല. പക്ഷേ അച്ഛൻ്റേതായ ഇനീഷ്യേറ്റീവ് ഡ്രൈവ് ഉപയോഗിച്ചുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ധ്യാന കേന്ദ്രങ്ങളൊന്നായിട്ട് അതിനെ മാറ്റാൻ പറ്റി. പലപ്പോഴും പിതാവിൻ്റെ ജീവിതത്തിൽ വളരെ സാഹസികതകൾ പിതാവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇപ്പം അമൽജ്യോതി പോലൊരു കോളേജ് തുടങ്ങുമ്പോഴത്തേനും വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഉണ്ടായിരുന്നു. വലിയ റിസ്ക് ഉണ്ട്. ആ റിസ്കിൻ്റെ ഉള്ളിൽ ഒരു വലിയ അതിൻ്റെ ഫലമായിട്ട് വലിയ റിസൾട്ടും ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇത്തരം സാഹസികതകൾ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അപകടമായിട്ട് തീർന്നിട്ടുണ്ടോ? ഞാൻ എടുത്തിയാടിയിട്ടുള്ള ഒരു കാര്യത്തിലും എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ചാടുന്നത്, അല്ലാതെ വേറെ നമ്മുടെ അതിൻ്റെ അകത്തൊരു യാതൊരു സ്വാർത്ഥതയില്ല. എനിക്കെന്തെങ്കിലും ഒരു പേര് കിട്ടണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മുതലെടുപ്പ് അതുകൊണ്ട് നടത്തുക എന്നുള്ള ഒരു ചിന്ത എനിക്കില്ല. അതിന് പറ്റുന്ന ആൾക്കാരെ വെക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, അവരോടും പ്രാർത്ഥിക്കാൻ പറയും. പിന്നെ റിസൾട്ട് തരേണ്ടത് ദൈവമാണ്. ദൈവം ഒരിക്കലും എന്നെ പരാജയപ്പെടുത്തിയിട്ടില്ല ഒരു രംഗത്തും. ഒരുപാട് സ്ഥലങ്ങൾ പിതാവ് സഞ്ചരിച്ചിട്ടുണ്ട്, ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോഴും പിതാവ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്ഥലം പീരുമേടും അതിൻ്റെ പ്രദേശങ്ങളും തന്നെയാണ്. ഈ യാത്രകളെക്കുറിച്ചൊന്ന് ലഘുമായിട്ടൊന്ന് പറയാം. ഞാൻ മിക്കവാറും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പോയിട്ടുണ്ട്. പോയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതേ കാര്യങ്ങൾ വേറൊരു സ്ഥലത്ത് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് വികസന രംഗത്ത് ഇപ്പോൾ ഇസ്രായേൽ എന്താണ് ചെയ്യുന്നത്, ചൈന എന്താണ് ചെയ്യുന്നത്, യൂറോപ്യൻ രാജ്യങ്ങൾ എന്താ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഓർഗാനിക് ഫാമിങ്ങിൻ്റെയൊക്കെ സർട്ടിഫിക്കേഷൻ ജർമ്മനി ബേസ്ഡ് ആയിട്ടുള്ള നെതർലാൻഡ് എന്ന് പറയുന്ന ഏജൻസിയാണ്. അതിൻ്റെ ഇൻ്റർനാഷണൽ ഡയറക്ടർ ബോർഡ് ഞാനുണ്ടായിരുന്നു. അപ്പം അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് അതിനെ നമുക്ക് ബെറ്ററായിട്ട് ചെയ്യാൻ സാധിക്കുക, അവരുടെ വീനിയാടുകളിൽ എങ്ങനെയാണ് ഇതൊന്നും ഉപയോഗിക്കാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ഈ സാധാരണ പ്ലാന്റിനെയും അതുപോലെ തന്നെ ലിവിങ് ഇൻസെക്ട്സിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ആൻഡ് കൺട്രോൾ മെഷർ നമുക്ക് നടത്താൻ പറ്റുക. ഒരു ചെറിയ സംഭവം പറഞ്ഞാൽ
ഈ ആനയുടെ ഉപദ്രവം ട്രൈബൽ കോളനി വളരെ വ്യാപകമാണ്. അപ്പോൾ ആനയെ എങ്ങനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും? ഞാൻ അതിനെക്കുറിച്ച് വളരെയേറെ സ്റ്റഡി ചെയ്ത് അത് കഴിഞ്ഞപ്പോഴേ പാലക്കാട് അടുത്തുള്ള ഒരു ട്രൈബൽ ബെൽറ്റിൻ്റെ അടുത്തുള്ള ഒരു പട്ടർ നടത്തുന്ന കൃഷിയുണ്ട്, ഏലകൃഷിയുണ്ട്, കുരുമുളക് കൃഷിയും ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആനയുടെ ശല്യമില്ല. അപ്പം ഞാനത് കേട്ടുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊരു ദിവസം ഇവിടെ താമസിക്കാൻ സൗകര്യം തരാമെന്ന് ചോദിച്ചു. അയ്യോ വളരെ സന്തോഷം സ്വാമിയാരെ, ഒരു കുഴപ്പമില്ല, ഇവിടെ താമസിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് ഇത് ഈ ആന ഇവിടെ വല്ല മന്ത്രവാദം വല്ലതും ആണെന്ന് ചോദിച്ചു. മന്ത്രവാദമാണെങ്കിൽ അതൊന്നും പറഞ്ഞു തന്നാൽ മതില്ല. പറഞ്ഞു, ഒരു മന്ത്രവാദമില്ല, നമ്മുടെ പറമ്പിൻ്റെ ചുറ്റും ചൊറിയിണങ്ങെന്ന് പറയുന്ന സാധനം വെച്ചാൽ മതി. ആന എപ്പോഴും പോകുമ്പോഴും തുമ്പ കൈ കൊണ്ട് ഇങ്ങനെ വീശി പോകും. വീശുമ്പം ചെന്ന് ഈ ചൊറിയണമെന്ന് പറയുന്ന ചെടിയെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ആ പ്രദേശത്ത് അടുക്കത്തില്ല. ഞാൻ പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോളനികളെല്ലാം ഈ ചൊറിയണം വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങി അരികിലൂടെ. അങ്ങനെ ഇപ്പോൾ ആന ആ പ്രദേശത്തോട് കയറത്തില്ല. ഞാനീ പറഞ്ഞു വന്നത്, നമുക്ക് പലപ്പോഴും വളരെ ലഘുവാണെന്നും വലിയൊരു യക്തമില്ലെന്നൊക്കെ വിചാരിക്കുന്ന സംഗതി വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് മറ്റുള്ളവർ ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചാൽ അതിനുള്ള എളിമ വേണം ചോദിക്കാനും അവരുടെ കൂടെ ഇരുന്ന് താമസിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഞാൻ എന്നിട്ട് സ്തുതിയും ചൊല്ലിയാണ് തിരിഞ്ഞു പോകുന്നത്. കാരണം ഇതെനിക്ക് വലിയൊരു അറിവായിരുന്നു. ചൊറിയുടെ എന്ന് പറയുന്ന സാധനത്തിന് ആനയെ വിരട്ടാൻ സാധിക്കുമെന്നും ഓടിക്കാൻ സാധിക്കുമെന്നൊക്കെ ഉള്ളത്. ഇങ്ങനെ ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഞാൻ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളിലേക്ക് വന്നത്. ഗവൺമെൻറ് രംഗത്ത് പിതാവിന് ലഭിച്ചിട്ടുള്ള അംഗീകാരം ഒന്ന് പ്ലാനിംഗ് കമ്മീഷൻ്റെ അഡ്വൈസറായിരുന്നു. എൻവയറൺമെൻറ്റ് കമ്മിറ്റിയിലുള്ള സെൻട്രൽ എൻവയറൺമെൻറ്റിൻ്റെ ഇതിനകത്തുണ്ടായിരുന്നു. പിന്നീട് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഗവൺമെൻറ് ബോഡിയിലുണ്ടായിരുന്നു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. പിന്നെ കപ്പാടെന്ന് പറയുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒത്തിരിയേറെ കമ്മിറ്റികളിൽ ഞാനുണ്ടായിരുന്നു. രൂപതയിലെ വൈദികർക്ക് എപ്പോഴും നല്ലൊരു പിതൃസാന്നിധ്യമായിരുന്നു പിതാവ്. പലപ്പോഴും പലർക്കും പേഴ്സണലായിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. ഈ പുതിയ വൈദികരെയൊക്കെ വിളിച്ചിട്ടാണെങ്കിലും അവരോട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ആദ്യം വന്ന് എന്നോട് പറയണം എന്നൊക്കെ പിതാവ് കൃത്യമായിട്ട് അവരോട് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ രൂപതയിലെ വൈദികരെയൊക്കെ വളരെയധികം പിതാവ് കെയർ ചെയ്തിട്ടുണ്ട്. അത് ഒരു പിതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഒരുപാട് വൈദികർക്ക് പറയാനുമുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാം. വൈദികർക്ക് രൂപതാധ്യക്ഷനാണല്ലോ എപ്പോഴും താങ്ങും തണലുമായിട്ട് നിൽക്കേണ്ടത്. പിന്നെ എല്ലാവരും മനുഷ്യരാണ്, കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ ശകാരിക്കുന്നതിന് പകരം അവരെ പിന്നെ ശാന്തമായി വിളിച്ച് അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിനവരെ സഹായിക്കുക ചെയ്ത് ഞാനതാണ് എപ്പോഴും ചെയ്യാറുള്ളത്. പിന്നെ അവർക്ക് എപ്പോഴും ഞാനും താങ്ങും തണലുമായിരിക്കും. കാരണം ഒരു മകനൊരു പിന്നെ കൊലക്കുറ്റത്തിൽ പെട്ടാൽ പോലും അപ്പനും മാറി നിൽക്കാൻ നോക്കുമോ? കൊലയ്ക്കാൻ വിട്ടുകൊടുക്കാനൊക്കെ തരില്ലല്ലോ. അപ്പോൾ അത് അവസാനം വരെ ഫൈറ്റ് ചെയ്യണമല്ലോ, കോടതിയിലാണെങ്കിലും എവിടെ ആണെങ്കിലും. ദാറ്റ്സ് മൈ പോളിസി. ഞാനൊരച്ഛനെ അങ്ങനെ വിട്ടുകൊടുക്കത്തില്ല ആർക്കും. എൻ്റെ പിന്നെ ശുശ്രൂഷയിലിരിക്കുന്ന അച്ഛന്മാർ എൻ്റെ ഉത്തരവാദിത്വമാണ്. അത് അവരെ ഒരിക്കലും ഒരു കാരണവശാലും വിഷമിപ്പിക്കാനിടയാകത്തില്ല. അവരുടെ പിന്നെ സാമ്പത്തിക കാര്യങ്ങളാണെങ്കിലും മറ്റ് പ്രതിസന്ധികളാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും അത് രൂപതാധ്യക്ഷൻ്റെയും കൂടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ്. അപ്പോൾ ആ രീതിയിൽ ഞാനിപ്പോഴും കണ്ടിട്ടുണ്ട്. അഭിമന്യമാർ അറക്കൽ പിതാവ് നമ്മളോടൊപ്പം ഇത്രയും സമയം ചിലവഴിക്കുകയായിരുന്നു. പിതാവിൻ്റെ കാഴ്ചപ്പാടുകൾ, പിതാവിൻ്റെ വ്യത്യസ്തമായ ജീവിതശൈലി ഇതൊക്കെ നമ്മളുമായി പങ്കുവയ്ക്കുകയായിരുന്നു. എല്ലാ ശാലോം TV പ്രേക്ഷകരുടെ പേരിലും പിതാവിന് ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.